ഓം ശാന്തി. ഇന്നത്തെ മുരളി ഡേറ്റ് 8/11/2020. ഇന്ന് ഞായറാഴ്ച അവ്യക്ത മുരളിയാണ്. ഒക്ടോബർ 1, 1987 ശിവബാബ പറഞ്ഞ മുരളിയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഇന്ന് ബാബ ഈശ്വര സ്നേഹത്തെ പറ്റിയാണ് പറയുന്നത്. ഈശ്വര സ്നേഹത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഈശ്വര സ്നേഹം ഈ ലോകത്ത് എന്ത് അത്ഭുതമാണ് കാണിക്കുന്നത്? ഈശ്വര സ്നേഹം കൊണ്ട് ഓരോ വ്യക്തിയിലും എന്ത് പരിവർത്തനമാണ് ഉണ്ടാകുന്നത്? ഇതൊക്കെയാണ് ഇന്നത്തെ മുരളിയിൽ ബാബ പറയുന്നത്. ഇന്നത്തെ മുരളിയുടെ ഹെഡിങ് ഈശ്വരീയ സ്നേഹ് ജീവൻ പരിവർത്തൻ കാ ഫൗണ്ടേഷൻ ഹേ. ഈശ്വരീയ സ്നേഹം ജീവിതം പരിവർത്തനപ്പെടുത്തുന്നതിൻ്റെ ഫൗണ്ടേഷനാണ്. അതുകൊണ്ട് ബാബ സംസാരിക്കുകയാണ്. ബാബ പറയുകയാണ്, ആജ് സ്നേഹിക്കെ സാഗർ അപ്പനെ സ്നേഹി ബച്ചോ സെ മിൽനെ ആയേ ഹേ. അതുകൊണ്ട് ബാബയുടെ ഓരോ ഗുണവും നമുക്ക് അളക്കാൻ പറ്റില്ല. ഇപ്പോൾ കടൽ നമുക്ക് അളക്കാൻ പറ്റില്ല എത്ര ജലമുണ്ടെന്ന്. അതുകൊണ്ട് ഈശ്വരൻ്റെ ഗുണങ്ങളെ സാഗരവുമായിട്ടാണ് കണക്റ്റ് ചെയ്യുന്നത്. ഇന്ന് സ്നേഹസാഗരൻ തൻ്റെ കുട്ടികളെ കാണാൻ വന്നിരിക്കുകയാണ്. ബാപ് ഔർ ബച്ചോं का സ്നേഹ് വിശ്വക്കോ സ്നേഹ സൂത്രമേ ബാന്ധ് രഹാ ഹേ. അച്ഛനും കുട്ടികളും തമ്മിലുള്ള സ്നേഹം അല്ലെ. ഇപ്പോൾ ശിവബാബയും നമ്മൾ ആത്മാക്കൾ, ബാബയുടെ കുട്ടികളും, ഈ നമ്മുടെ സ്നേഹം മുഴുവൻ ലോകത്തെയും സ്നേഹമാകുന്ന ചരടിൽ ബന്ധിക്കുന്നതാണ്. അതുകൊണ്ട് ഈശ്വര സ്നേഹസാഗരമാണ്. നമ്മളിപ്പോൾ ഈശ്വരനെ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്, പരമാത്മാവിനെ. അതുകൊണ്ട് പരമാത്മാവിൽ എത്തിച്ചേർന്ന നമ്മൾ നദികളാണ്. അതുകൊണ്ട് സ്നേഹസാഗരത്തിൽ എത്തിച്ചേരുന്ന നദികൾക്ക് എന്ത് ഗുണമുണ്ടാവും? നദികളിൽ ഒരുപാട് മാലിന്യമായിട്ടായിരിക്കും ഒഴുകി വരിക. പക്ഷെങ്കിൽ കടലിലേക്ക് എത്തിച്ചേരുമ്പോൾ പിന്നെ കടലിൻ്റെ സംസ്കാരം, സ്വഭാവം എന്താണ്? അതാണ് നദിയുടെ സ്വഭാവം. അതുകൊണ്ട് ഈശ്വര സ്നേഹസാഗരമാണ്. നമ്മളും ആ നദികൾ കടലിലേക്ക് എത്തിച്ചേർന്നത് കൊണ്ട് നമ്മളിപ്പോൾ മാസ്റ്റർ സ്നേഹസാഗരമായി മാറി. ഈശ്വരനെ പോലെ തന്നെ നിസ്വാർത്ഥമായിട്ട് എല്ലാവരെയും സ്നേഹിക്കാൻ, ആത്മീയമായ കാഴ്ചപ്പാടോടുകൂടി സ്നേഹിക്കാൻ, അലൗകികമായിട്ടുള്ള കാഴ്ചപ്പാടോടുകൂടി സ്നേഹിക്കാനായിട്ട് നമുക്കിപ്പോൾ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ബാബു പറയാണ്, നമ്മളിപ്പോൾ മാസ്റ്റർ സ്നേഹത്തിൻ്റെ സാഗരമായി മാറി. നമ്മൾ ആധ്യാത്മികമായിട്ടുള്ള പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ, അതായത് ഓരോരുത്തരും ഈശ്വരൻ്റെ കുട്ടികളാണ്. അവരുടെ കുറവുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യാലിറ്റിയോ ഒന്നും ശ്രദ്ധിക്കാതെ എല്ലാവരും ആത്മാക്കളാണ് എന്ന് മനസ്സിലാക്കി ആ നിസ്വാർത്ഥ ഭാവത്തോടുകൂടി സ്നേഹിക്കുമ്പോൾ ആ സ്നേഹത്തിൻ്റെ ആകർഷണം ഉള്ളുകൊണ്ട് അവർക്ക് മനസ്സിലാവും. ബാക്കി ഒരാളോട് മറ്റൊരാൾ അടുക്കുമ്പോൾ ആ വ്യക്തിക്ക് മനസ്സിലാകും, ഈ വ്യക്തി ഒന്നെങ്കിൽ എൻ്റെ പണം കണ്ടിട്ടാണ് എന്നെ സ്നേഹിക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ പദവി കണ്ടിട്ടാണ് സ്നേഹിക്കുന്നത്, അല്ലെങ്കിൽ എന്നിൽ നിന്ന് ഇന്ന കാര്യത്തിന് വേണ്ടിയാണ് സ്നേഹിക്കുന്നത്. ഓരോ വ്യക്തിക്കും മനസ്സിലാകും. സ്വാർത്ഥഭാവമുണ്ട്. അപ്പോൾ എന്ത് സ്വാർത്ഥഭാവം ഉണ്ടെങ്കിലും മറ്റൊരാൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാകും. അതുപോലെ തന്നെ നിസ്വാർത്ഥമായിട്ടുള്ള സ്നേഹം നമുക്ക് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ പോലും അറിയാതെ ഒരു ആകർഷണമുണ്ട്. അതുകൊണ്ട് ഈശ്വരീയ സ്നേഹം നിസ്വാർത്ഥ സ്നേഹമാണ്. ആ സ്നേഹം ആരിലൂടെയൊക്കെയാണോ വരുന്നത്, ഓട്ടോമാറ്റിക്കലി ആ വ്യക്തിയിലേക്ക് മറ്റുള്ള വ്യക്തികൾക്ക് ആകർഷണം ഉണ്ടാകും. അതുകൊണ്ട് ഇപ്പോൾ പറയുന്നത്, വിശ്വത്തിൽ ആത്മാക്കൾ ഈ സ്നേഹം അനുഭവിക്കുമ്പോൾ സ്വതവേ തന്നെ അങ്ങനെയുള്ള നിമിത്തമായിട്ടുള്ള ബ്രഹ്മകുമാരീസിൻ്റെ ഇതുപോലെ സേവാ കേന്ദ്രത്തിലേക്ക് ഓട്ടോമാറ്റിക്കലി തന്നെ അവർ വരും. पवित्र प्यार व ईश्वरीय परिवार के प्यार से कितने भी अज्ञान आत्माएं हो, बहुत समय से परिवार के प्यार से वंचित पत्थर समान बनने वाली आत्मा हो. പവിത്രമായിട്ടുള്ള സ്നേഹമാണ് ഈശ്വരൻ്റെ സ്നേഹം. ഈശ്വരൻ്റെ സ്നേഹം മാത്രമല്ല, ഈശ്വരീയ കുടുംബത്തിൽ ബാബയെ തിരിച്ചറിഞ്ഞ മറ്റ് ആത്മാക്കളുടെ എല്ലാവരുടെയും കൂട്ടായ്മയുടെ ആ സ്നേഹം, അത് കിട്ടാത്തവരാണ് വെളിയിലുള്ള അജ്ഞാനി ആത്മാക്കൾ. സ്വയം ഞാൻ ആരാണെന്നും അറിയില്ല, ഈശ്വരൻ ആരാണെന്ന് അറിയില്ല. ഈശ്വരൻ ഇവിടെ ഭൂമിയിൽ വന്നു, ഈശ്വരൻ്റെ കുടുംബമാണ് ബ്രഹ്മകുമാരീസ്, അതും അറിയില്ല. അങ്ങനെയുള്ള അജ്ഞാന ആത്മാക്കൾ ബ്രഹ്മകുമാരീസിനെ അറിയാം, എന്നിട്ടും ബ്രഹ്മകുമാരീസിനെ അടുക്കാതെ അകന്നു കഴിയുന്നവരുണ്ട്. ബാബ പറയാണ്, കല്ല് പോലത്തെ സ്വഭാവമുള്ളവർ, പാറ പോലത്തെ മനസ്സുള്ളവർ, അങ്ങനെയുള്ള ആത്മാക്കളായിക്കോട്ടെ. ऐसे पत्थर समान ആത്മായും ബി ഈശ്വരീയ പരിവാർക്ക് സ്നേഹസെ പികൽ പാനി ബൻ ജാത്തേ ഹെ. പക്ഷെ അവരെപ്പോഴെങ്കിലും ബാബയുടെ ഈ വീടുമായിട്ട് അടുക്കുകയാണെങ്കിൽ, നിമിത്താത്മാക്കളായിട്ടുള്ളവരുമായിട്ട് സംസാരിക്കുമ്പോൾ അവർക്ക് ആ നിസ്വാർത്ഥ സ്നേഹം അനുഭവിക്കാൻ സാധിക്കും. നിസ്വാർത്ഥ സ്നേഹം അനുഭവിക്കുമ്പോൾ തന്നെ അവർ പറയാറുണ്ട്, ഈ ബ്രഹ്മകുമാരീസിനെ പറ്റി ഞങ്ങൾ കേട്ടതുപോലെയല്ല, ഇവിടെ വരുമ്പോൾ മനസ്സിന് എന്തൊരു ശാന്തിയാണ് കിട്ടുന്നത്, നേരത്തെ വരേണ്ടതായിരുന്നു, ഒരുപാട് താമസിച്ചു പോയി. അതുകൊണ്ട് യഥാർത്ഥ സ്നേഹം ഇവിടെയാണ്, നിസ്വാർത്ഥ സ്നേഹം ഇതാണ്. അതുകൊണ്ട് ഈശ്വര സ്നേഹം അനുഭവിക്കുന്നവർ ആദ്യം ബാബയുടെ കാര്യത്തിൽ സഹായിയായിട്ട് കൂടെ വരും.
അതുകൊണ്ട് ആദ്യ സഹായിയായിട്ട് കൂടെ വരുന്നവർ പിന്നെ എന്താവും? സഹയോഗി ബനാത്തെ ബനാത്തെ സ്വതഹി സമയപ്പർ സർവ്വക്കോ സഹജയോഗി ബി ബൻ ദേത്ത ഹെ. ആദ്യം സഹയോഗിയായിരിക്കും, പിന്നെ പതുക്കെ പതുക്കെ എന്താവും? ഓട്ടോമാറ്റിക്കലി ബാബയുടെ കുട്ടിയായിട്ട് മാറും. ആദ്യം പരിവാരത്തിലുള്ളവരുമായിട്ടായിരിക്കും കണക്ഷൻ, അതുകൊണ്ട് ഓരോ പ്രോഗ്രാമിന് സഹായിക്കും, അതുപോലെ ബാബയുടെ സേവനത്തിന് എന്തെങ്കിലും രീതിയിലുള്ള സഹായമൊക്കെ ചെയ്യും. പിന്നെ പതുക്കെ പതുക്കെ എന്താവും? ഓട്ടോമാറ്റിക്കലി അവരും പരമാത്മാവിനെ അറിഞ്ഞ് പരമാത്മാവിനെ ധ്യാനിക്കുന്ന പരമാത്മാവിൻ്റെ കുട്ടിയാകാൻ തുടങ്ങും. സഹയോഗി ബന്നേക്ക് നിഷാനീഹെ. ഇനി ബാബ പറയുകയാണ്, ഈശ്വരൻ്റെ ശരിയായിട്ടുള്ള സഹായിയാണ് ഒരു വ്യക്തി എന്നതിൻ്റെ അടയാളം എന്താണ്? ആജ് സഹയോഗി ഹെ. ഇന്ന് അയാൾ ഈശ്വരീയ കാര്യത്തിൽ നമ്മൾ എന്തെങ്കിലും ക്ഷണം കൊടുത്തിട്ട് ഇവിടെ വന്നു, അല്ലെങ്കിൽ ചിലപ്പോൾ സ്പീച്ചായിരിക്കും, ചിലപ്പോൾ ഉദ്ഘാടനത്തിൽ ചില മന്ത്രിമാരെ ക്ഷണിക്കാറുണ്ട്, അല്ല അവരൊക്കെ വരാറുണ്ട്. അപ്പോൾ ഇന്ന് അവർ ജസ്റ്റ് ബ്രഹ്മകുമാരീസുമായിട്ടൊരു സഹകരണ മനോഭാവത്തോടു കൂടിയാണ് വന്നത്. കൽ സഹജയോഗി ബൻ ജായെങ്കി. പക്ഷെ നാളെ വരുമ്പോഴും ബ്രഹ്മകുമാരീസ് ഒരു നല്ല സംഘടനയാണ്, എല്ലാവരെക്കുറിച്ചും നല്ല കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്, സമൂഹത്തിന് നേരായിട്ടുള്ള ദിശ കാണിച്ചു കൊടുക്കുന്നുണ്ട്, കുട്ടികൾക്ക് വേണ്ടി ഏകാഗ്രമായിട്ടിരുന്ന് പഠിക്കാനും നല്ല ക്യാരക്ടർ ഉണ്ടാകാനായിട്ടുള്ള ക്ലാസ്സുകളൊക്കെ അവരെടുക്കുന്നുണ്ട്. ആ രീതിയിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ അവർ ഈശ്വരൻ്റെ സഹായി എന്ന് പറയാൻ പറ്റില്ല. ഇന്നലെ ആ മനോഭാവത്തോടു കൂടി വന്നു. പക്ഷേ ഇന്ന് സത്യത്തിൽ ഈ ബ്രഹ്മകുമാരീസ് ആരുടെ പ്രസ്ഥാനമാണ്? ആരാണ് ഇതിൻ്റെ അമരക്കാരൻ? അങ്ങനെ ഈശ്വരനെ അറിയുമ്പോഴാണ് പിന്നെ അവർ ശരിക്കും ഈശ്വരൻ്റെ സഹായി അല്ലെങ്കിൽ സഹയോഗി ആകുന്നത്. ആ സഭി മാസ്റ്റർ സ്നേഹിക്കെ സാഗർ വിശ്വ സേവാദാരി ബച്ചെ ക്യാ കാര്യക്കാർ രഹേ ഹോ. ബാബ ചോദിക്കുകയാണ്, നിങ്ങളെല്ലാവരും ഈശ്വരൻ്റെ സ്നേഹത്തെ മറ്റുള്ളവരിൽ എത്തിക്കുന്നവരാണ്, അല്ലെങ്കിൽ ഈശ്വരൻ്റെ സ്നേഹത്തെ അനുഭവിപ്പിക്കുന്നവരാണ്. അതുകൊണ്ട് നിങ്ങളിപ്പോൾ എന്ത് കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ബാബയ്ക്ക് അറിയാം നമ്മൾ എന്ത് കാര്യമാണ് ചെയ്യുന്നത്. ബാബ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊരു ബോധമുണ്ടോ? നിങ്ങൾ ചെയ്യുന്ന എത്ര വലിയ കാര്യമാണെന്ന് നിങ്ങൾക്കറിയാമോ? ബാബ ചോദിക്കുക, എന്ത് കാര്യം ചെയ്യുന്നത്? വിശ്വമേ ഈശ്വരീയ പരിവാർക്ക് സ്നേഹിക്ക ബീജ് ബോ രഹേ ഹേ. ലോകം മുഴുവൻ ഈശ്വരീയ പരിവാരത്തിൻ്റെ സ്നേഹം അതിൻ്റെ വിത്ത് വിതച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ എവിടെ പോയാലും ശരി, അപ്പോൾ അവിടെ പോകുമ്പോൾ നിങ്ങൾ പല സ്ഥലങ്ങളിൽ നിങ്ങൾ സേവനത്തിന് പോകും, പലരെയും കാണും. അത് ഈശ്വര വിശ്വാസം ഇല്ലാത്തവരും കാണും, ഈശ്വരനെ വിശ്വസിക്കുന്നവരായിരിക്കും, പക്ഷെ പരമാത്മാവാണ് ഈശ്വരൻ എന്ന യഥാർത്ഥ രീതിയിൽ അറിയാത്തവരും ആയിരിക്കാം. എങ്കിലും നിങ്ങളുടെ സമ്പർക്കത്തിൽ വരുമ്പോൾ അവർ തീർച്ചയായിട്ടും പറയും, യഥാർത്ഥമായിട്ടുള്ള ഒരു സ്നേഹം നിങ്ങളുടെ സംഘടനയിലാണ് ഉള്ളതെന്ന് പറയും. ബാബ പറയുകയാണ്, അതാണ് ഈശ്വരീയ പരിവാരത്തിൻ്റെ സ്നേഹം. അത് നിങ്ങൾ ശിവവംശി കുമാരിമാരിലൂടെ മാത്രമേ മറ്റുള്ളവർക്ക് കിട്ടുകയുള്ളൂ. സബ് ഡിപ്പാർട്ട്മെൻറ്റ് വാലെ ഓൾറൗണ്ട് സേവാക്കെ നിമിത്ത രഹി. ഉണ്ട് ബ്രഹ്മകുമാരീസിൻ്റെ രാജസ്ഥാനിലെ ഹെഡ് ക്വാർട്ടേഴ്സിലെ ഓരോ സേവനവും ഓരോരുത്തർ ഏറ്റെടുത്ത് ചെയ്യുകയാണ്. അതിന് ഓരോ ഡിപ്പാർട്ട്മെൻറ്റായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇപ്പോൾ കിച്ചൺ ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിൽ പച്ചക്കറി കട്ട് ചെയ്യാനായിട്ട് കുറച്ച് പേര്, അതുപോലെ അത് കഴുകാനായിട്ട് അവിടെ തന്നെ സമർപ്പണമായിട്ടുള്ള കുറേ പേരുണ്ട്. ആഹാരം ഉണ്ടാക്കുന്നത്, അതുപോലെ അവിടെ വരുന്നവർക്ക് അക്കോമഡേഷൻ കൊടുക്കുന്നത്, ആഹാരം വിളമ്പാൻ കുറച്ച് പേര്, എല്ലാവരും നിസ്വാർത്ഥ ഭാവത്തോടെയാണ് ചെയ്യുന്നത്, വളരെ ഉത്സാഹ ഉന്മേഷത്തോടു കൂടിയാണ് ചെയ്യുന്നത്. അപ്പോൾ അവരിൽ നിന്നെല്ലാം വരുന്നവർക്ക് ഈശ്വരൻ്റെ വീട്ടിൽ വരുമ്പോൾ ഉള്ള ഒരു കെയർ അവർ ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ബാബ പറയുകയാണ്, ഹർ ഏക കാ ചെഹ്റ ഈശ്വര സ്നേഹ സമ്പന്ന നഹി ഹോത്താ തോ സേവാക്കി സഫലത കൈസേ ഹോത്തി. ഇനി ഇവിടെ സേവനം ചെയ്യുന്ന ഓരോരുത്തരുടെയും മുഖത്ത് ആ സ്നേഹഭാവം ഇല്ലെങ്കിൽ വരുന്നവർക്കും എന്ത് തോന്നും? അവർക്ക് ഈശ്വരൻ്റെ വീടായിട്ട് തോന്നില്ല. അതുകൊണ്ട് ആ സേവനത്തിൽ എങ്ങനെ വിജയം ഉണ്ടാവും? അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ബാബയെ തിരിച്ചറിഞ്ഞ കുട്ടികൾ ആ സ്നേഹഭാവത്തോടെ ഞാൻ മറ്റൊരു ബാബയുടെ കുട്ടിയായിട്ടുള്ള ആത്മാവിനോട് സംസാരിക്കുകയാണ് എന്നുള്ള നിസ്വാർത്ഥ ഭാവത്തോടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. सभी ने जो भी कार्य किया स्नेह भर करके किया, इसलिए उन्हें में भी स्नेह का बीज पड़ा. അതുകൊണ്ട് പറയുകയാണ്, ഓരോരുത്തരും നിറഞ്ഞ സ്നേഹത്തോടെ ചെയ്യുകയാണ് മധുബനിൽ. അതുകൊണ്ട് അവിടെ വരുന്നവർക്കെല്ലാം ഈശ്വര സ്നേഹത്തിൻ്റെ വിത്ത് ശരിക്കും നമ്മൾ അവരിൽ വിതയ്ക്കുകയാണ്. अनेकता होते भी स्नेह के सूत्र के कारण एकता की ही बातें करते रही. അതുകൊണ്ട് ലോകത്ത് ഒരുപാട് സംഘടനയുണ്ട്. ആ സംഘടനയൊക്കെ എടുത്താൽ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള സംഘടനയാണ് ബ്രഹ്മകുമാരീസ്. പ്രത്യേകിച്ച് രാജസ്ഥാനിലെ ബ്രഹ്മകുമാരീസിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിൽ ചെല്ലുകയാണെങ്കിൽ നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാകും. അതുകൊണ്ട് നമ്മൾ ഓരോ മതപരമായിട്ടുള്ള സംഘടനയിൽ ചെല്ലുമ്പോൾ അവരുടേതായിട്ടുള്ള ചിട്ടകൾ പാലിക്കുന്നവർ മാത്രമേ അവിടെ വരുന്നുള്ളൂ.
തദ്ദേശീയമായിട്ടുള്ള മതവ്യവസ്ഥയുണ്ട്, ജാതി വ്യവസ്ഥയുണ്ട്. അവിടെ ചിലപ്പോൾ അതേ ഭാഷക്കാർ മാത്രമേ കാണുകയുള്ളൂ, അല്ലെങ്കിൽ അതേ കൂട്ടായ്മയിലുള്ള തലമുറകളായിട്ട് അതേ ജാതി വ്യവസ്ഥയിൽ നിൽക്കുന്നവർക്കൊക്കെ വേണ്ടിയായിരിക്കും അവരുടേതായിട്ടുള്ള മതപ്രസ്ഥാനങ്ങൾ. പക്ഷെ ബ്രഹ്മകുമാരിസ് വരുമ്പം പല മതങ്ങളിൽ നിന്ന് ഉള്ളവരവിടെയുണ്ട്, പല ഭാഷകളിൽ നിന്നുള്ളവരുണ്ട്, രാജ്യത്തിനകത്തുള്ളവരുമുണ്ട്, പുറത്തുള്ളവരുമുണ്ട്. പക്ഷെ ആർക്കും അവിടെ അവർ ഇന്ന കൂട്ടരാണല്ലോ, ഞങ്ങൾ ഇന്ന കൂട്ടരാണല്ലോ, അല്ല അവർ മലയാളികളാണല്ലോ, ഞങ്ങൾ ഹിന്ദിക്കാരാണല്ലോ, അങ്ങനെ ഒരു ഭേദവ്യത്യാസം നമുക്കവിടെ തോന്നില്ല. എല്ലാവരും ഒരേ ഒരു പരമാത്മാവിൻ്റെ സന്താനമാണ്. ആ ഒരു പരസ്പര സ്നേഹവും ഒരുമയും നമുക്കവിടെ കാണാൻ സാധിക്കും. മധുബൻ്റെ വായുമണ്ഡലം പോലും അങ്ങനെയാണ്, അവിടുത്തെ അന്തരീക്ഷത്തിൻ്റെ വൈബ്രേഷൻ പോലും അങ്ങനെയാണ്. ആ അന്തരീക്ഷം പോലും ആ ഈശ്വരീയ സ്നേഹത്തോടെ കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് സപ്പോർട്ട് തരുന്നതാണ്. അതുകൊണ്ട് അവിടെ വരുന്നവർക്കെല്ലാം ഈശ്വരനെ തിരിച്ചറിഞ്ഞവരുടെ ക്യാരക്ടർ എങ്ങനെയാണ് അത് മനസ്സിലാക്കാനായിട്ടുള്ള പ്രത്യക്ഷ തെളിവാണ് മധുബൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് ശാസ്ത്രങ്ങൾ പഠിച്ചിട്ട് ഈശ്വരനെ അറിയുന്നതിനെ കഴിഞ്ഞും വലിയ തെളിവാണ് പ്രത്യക്ഷമായിട്ട് നമ്മുടെ ജീവിതത്തിലൂടെ ഈശ്വരൻ എങ്ങനെയാണ് എന്ന് കാണിച്ചു കൊടുക്കുന്നത്. പ്രത്യക്ഷ പ്രമാൺ കെ ആകെ അവർ സബ് പ്രമാൺ സമാജാത്തെ ഹെ. പ്രത്യക്ഷമായിട്ടുള്ള തെളിവിൻ്റെ മുന്നിൽ ബാക്കി ഒരു തെളിവിൻ്റെ ആവശ്യമില്ല. फिर भी प्रत्यक्षता का आवास बुलंद तभी होगा जब सब सत्ताओं का सहयोग होगा. എങ്കിലും ഈശ്വരൻ്റെ പ്രസ്ഥാനമാണ് ബ്രഹ്മകുമാരീസ്, ഈശ്വരൻ വന്ന് പഠിപ്പിക്കുന്ന പ്രസ്ഥാനമാണ് എന്ന് യഥാർത്ഥമായിട്ട് ഈ ലോകം മുഴുവൻ അറിയുന്നത് ലോകത്തിലുള്ള എല്ലാ അധികാരത്തിലുള്ളവർ, അതായത് രാഷ്ട്രീയത്തിലുള്ളവരായിക്കോട്ടെ, പല മതങ്ങളിലുള്ളവരായിക്കോട്ടെ, അതിൻ്റെ എല്ലാ അധികാര സ്ഥാനത്തിരിക്കുന്നവർ പറയണം ഇതാണ് ഈശ്വരൻ്റെ സ്ഥലം എന്നെല്ലാവരും ഒറ്റ വാക്കിൽ പറയുമ്പോഴാണ് ശരിക്കും बाबा प्रत्यक्षമാകുന്നത്. विशेष सर्वसत्ताएं जब मिलकर एक आवाज बुलंद करे तब ही प्रत्यक्षता का पर्दा विश्व के आगे खुलेगा. അതുകൊണ്ട് പരമാത്മാവ് ഈ ഭൂമിയിൽ അവതരിച്ച കാര്യം ഇപ്പോഴും ലോകത്തിൽ ആർക്കും അറിയില്ല. അതുകൊണ്ട് വിശേഷിച്ച് എല്ലാ അധികാരത്തിലുള്ളവരും ഒത്തുചേർന്ന് ഒരേ സ്വരത്തിൽ അവർ വിളിച്ചു പറയണം. അപ്പോഴാണ് പ്രത്യക്ഷതയുടെ ആ മൂടുപടം മാറുന്നത്. 2-3 വർഷങ്ങൾക്ക് മുമ്പ് ആലപ്പുഴയിൽ ഒരു മെഗാ പ്രോഗ്രാം നടത്തിയിരുന്നു. അപ്പം എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ഉള്ളവരും ഉണ്ടായിരുന്നു, എല്ലാ മതത്തിലുള്ള നേതാക്കന്മാരും ഉണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാവരും ചേർന്ന് ബ്രഹ്മകുമാരീസിൻ്റെ പതാകയിൽ പരമാത്മാവിൻ്റെ ആ ജ്യോതി സ്വരൂപത്തെയാണ് കാണിച്ചിരിക്കുന്നത്. ആ പതാക വീശാൻ കൊടുക്കുക, എന്നിട്ട് സ്റ്റേജിൽ നിന്ന് എല്ലാവരും അത് വീശി കാണിക്കും. അപ്പോൾ പിറ്റേ ദിവസം പല പത്രത്തിലും ആ പടമാണ് വന്നത്. അപ്പോൾ ഒരു പത്രത്തിൽ അതിൻ്റെ അടിയിലുള്ള ക്യാപ്ഷനായിരുന്നു എല്ലാ കൊടിയും ഒരു കൊടിക്ക് കീഴിൽ. അതായത് പല രാഷ്ട്രീയ പാർട്ടികളും അവരുടേതായിട്ടുള്ള കൊടിയുണ്ട്, അവരുടേതായിട്ടുള്ള ഐഡിയോളജിയിൽ ജീവിക്കുന്നവരാണ്, എല്ലാ മതങ്ങൾക്കും ഉണ്ട് ഓരോ കൊടി. പക്ഷേ ഈ എല്ലാ കൊടിയും ഒരു പരമാത്മാവിൻ്റെ കൊടിയിൽ ഒന്നിക്കും. അതായത് ഒരു പരമാത്മാവിൻ്റെ മുന്നിൽ എല്ലാവരും ഒരുപോലെയാണ്, ഏകതയുണ്ടാകും. വർത്തമാന സമയം ജോ സേവാ കാ പ്ലാൻ ബനായാ ഹേ വഹ് ഇസ്ലിയേ ഹി ബനായാ ഹേ ന. അതുകൊണ്ട് വർത്തമാന സമയത്ത് നമ്മൾ പരമാത്മാവിനെ പ്രത്യക്ഷമാക്കുന്ന സേവനത്തിൽ മുഴുകിയിരിക്കുകയാണ്. അത് ഏകതയിലൂടെ തന്നെയാണ് ഈശ്വരൻ പ്രത്യക്ഷമാകുന്നത്. വഹ് ബി ദിൻ ആയേഗാ ജബ് സബി സത്താവാലെ मिल करके कहेंगे कि श्रेष्ठ सत्ता ईश्वरीय सत्ता आध्यात्मिक सत्ता है तो एक परमात्मा सत्ता ही है, इसलिए लंबे समय का प्लान बनाया है ना. ബാബ പറയുകയാണ്, ഈ സൃഷ്ടിയിൽ ഈ ഡ്രാമ തീരുന്നതിന് മുമ്പേ അങ്ങനെ ഒരു റോളും കൂടെ ഈ ഡ്രാമയിലുണ്ട്. അതായത് എല്ലാ അധികാര സ്ഥാനത്തിരിക്കുന്നവരും ഒത്തുചേർന്ന് ശ്രേഷ്ഠമായിട്ടുള്ള യഥാർത്ഥ സ്ഥാനം, ഈശ്വരീയ അധികാരത്തിൻ്റെ സ്ഥാനം, യഥാർത്ഥമായിട്ടുള്ള ആധ്യാത്മികതയുടെ സ്ഥാനം എന്ന് പറയുന്നത് പരമാത്മാവിനെ കുറിച്ചിട്ടുള്ളതാണ്. അത് ഈ ബ്രഹ്മകുമാരീസിലാണ്. അതുകൊണ്ട് ദീർഘനാൾ മുന്നിൽ കണ്ടുകൊണ്ട് വേണം നമ്മൾ ഓരോ സേവനത്തിനുള്ള പ്ലാനും തയ്യാറാക്കാൻ. एक स्नेह चुंबक बनेगा जो सब एक साथ संगठन रूप में बाप की സ്റ്റേജ് पर पहुंच जाए. അതുകൊണ്ട് ബാബ പറയാണ്, ബ്രഹ്മകുമാരീസ് വിളിച്ചു കഴിഞ്ഞാൽ തമ്മിൽ പരസ്പര അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ളവരാണെങ്കിൽ പോലും ബ്രഹ്മകുമാരീസ് വിളിക്കുമ്പോൾ എല്ലാവരും ഒരു സ്റ്റേജിൽ ഒത്തുചേരാറുണ്ട്. കാരണം എന്താണ്? ആ നിസ്വാർത്ഥ സ്നേഹം, ഈശ്വര സ്നേഹത്തിൻ്റെ അത്ഭുതമാണത്. ആ സ്നേഹത്തിൽ ആകർഷിക്കപ്പെട്ട് എല്ലാവരും ഓട്ടോമാറ്റിക്കലി ബ്രഹ്മകുമാരീസിൻ്റെ സേവനത്തിൽ സഹകരിക്കും. ഇനി ബാബ ഇന്ന് വരദാനം പറയുകയാണ്. नॉलेजफुल की विशेषता द्वारा संस्कारों के टक्कर से बचने वाले कमल पुष्प समान न्यारे व साक्षी भव.
നോളജ്ഫുൾ എന്ന വിശേഷതയിലൂടെ സംസ്കാരങ്ങളുടെ ഏറ്റുമുട്ടലിൽ നിന്നും സേഫായിരിക്കുക. അങ്ങനെ സേഫായിരിക്കുന്ന താമരപ്പൂവിന് സമാനം വേറിട്ടവരും സാക്ഷിയുമായി ഭവിക്കട്ടെ. അല്ല, ദേവീദേവന്മാരെ എല്ലാം താമരപ്പൂവിലിരിക്കുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് താമരപ്പൂവിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. ദേവീദേവന്മാരുടെ ജീവിതത്തിൽ അതുണ്ട്. അപ്പോൾ ആ പ്രത്യേകത എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. എങ്കിലേ നമ്മുടെ ജീവിതത്തിലും അത് കൊണ്ടുവരാൻ സാധിക്കൂ. അതുകൊണ്ട് അതിനെക്കുറിച്ചിട്ടാണ് ബാബ എന്ന് പറയുന്നത്. സംസ്കാർ തോ അന്ത് തക് കിസി കെ ദാസി കെ രഹേങ്കെ കിസി കെ രാജാ കെ. അതുകൊണ്ട് ഓരോ വ്യക്തിക്കും ഓരോ സംസ്കാരമുണ്ട്. ചിലരുടെ സംസ്കാരം ചിലരെ വളരെയധികം അലട്ടിക്കൊണ്ടേയിരിക്കും. അവർക്കതിൽ നിന്ന് മുക്തമാകാനേ പറ്റില്ല. ചിലപ്പോൾ ദേഷ്യമായിരിക്കാം, ചിലപ്പോൾ മദ്യപാനത്തിൻ്റെ ശീലമായിരിക്കാം, ചിലപ്പോൾ മറ്റെന്തെങ്കിലും അലസതയായിരിക്കാം. അങ്ങനെ ഓരോരുത്തരെയും എന്തെങ്കിലും സംസ്കാരം അലട്ടാറുണ്ട്. പക്ഷെ നമ്മൾ മെഡിറ്റേഷൻ പഠിക്കും തോറും നമ്മൾ ആ സംസ്കാരത്തിൻ്റെ മേൽ പതുക്കെ 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 സങ്കല്പത്തിലൂടെ അതിനെ സങ്കല്പത്തിൽ ശ്രദ്ധ കൊടുത്ത് നമ്മൾ അതിൻ്റെ മേൽ വിജയിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ബാബ പറയുകയാണ്, ചിലരുടേത് അന്ത്യം വരെ ആയാലും അവർ ആ സംസ്കാരത്തിൻ്റെ ദാസിയായിരിക്കും. അവർക്ക് ആ സംസ്കാരം മാറാൻ പറ്റില്ല. ആ സംസ്കാരത്തെ അവർ ന്യായീകരിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് രണ്ടാമത്തെ ചിലരുടെ പ്രത്യേകത എന്താണ്? അവർ ആ സംസ്കാരത്തെ ഭരിക്കുന്നവരായിരിക്കും. അവർക്ക് മനസ്സിലായി ഈ സംസ്കാരം എന്നെ സ്പിരിച്വലി പുരോഗമിക്കാൻ എന്നെ അനുവദിക്കില്ല. അതുകൊണ്ട് ഈ സംസ്കാരം ഇനി എൻ്റെ പെരുമാറ്റത്തിൽ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ സംസ്കാരത്തെ കൺട്രോൾ ചെയ്യാൻ പറ്റിയാൽ നമ്മളതിൻ്റെ രാജാവായി മാറി. സംസ്കാർ ബദൽ ജായേ യഹ് ഇന്തജാം നഹി കറോ. അതുകൊണ്ട് ബാബ പറയുകയാണ്, എൻ്റെ സ്വഭാവം ഇതൊന്നും മാറിയിരുന്നെങ്കിൽ. ഇങ്ങനെ കാത്തിരിക്കരുത്. ഇങ്ങനെ കാത്തിരുന്നാൽ ആ സംസ്കാരത്തിനോട് നമ്മൾ യാചിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ എന്നെ വിട്ടു പോണേ എന്ന്. അതിന് പകരം എന്ത് ചെയ്യണം? രാജാവാണ്, നമ്മൾ രാജയോഗം പഠിക്കുന്നവരാണ്. നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ സംസ്കാരം നമ്മുടെ രാജ്യത്ത് വരാൻ പാടില്ല. അതുകൊണ്ട് ഈ സംസ്കാരം ഇനി ഉണ്ടാവരുത്, ഇനി എന്നെ വിട്ടു എന്ന് പോകും എന്ന് കരുതി കാത്തിരിക്കുന്നവരാകരുത്. लेकिन मेरे ऊपर किसी का प्रभाव ना हो क्योंकि एक तो हर एक के संस्कार भिन्न है. അതുകൊണ്ട് ഒന്ന്, മറ്റാരുടെയും സംസ്കാരത്തിൻ്റെ പ്രഭാവം എന്നിൽ സ്വാധീനം ചെലുത്തരുത്. അവർ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ എൻ്റെ ദേഷ്യം മാറും. അല്ല, അവരിങ്ങനെ ആയിരുന്നെങ്കിൽ എനിക്ക് അങ്ങനെ പെരുമാറേണ്ടി വരില്ലായിരുന്നു. അവരുടെ ആധാരത്തിലാവരുത് നമ്മുടെ പെരുമാറ്റം. ഇനി ചിലരെ ദേഷ്യം പിടിപ്പിക്കാനായിട്ട് എന്തെങ്കിലും പറയാറുണ്ട്. ആ വ്യക്തിയെ കാണുമ്പോൾ തന്നെ പിന്നീട് ആ വ്യക്തിക്ക് ദേഷ്യം വരാൻ തുടങ്ങും. അതായത് അവരുടെ ആ മോശ സംസ്കാരം ഓട്ടോമാറ്റിക്കലി ഉണരാൻ തുടങ്ങുകയാണ്. അതായത് ആ വ്യക്തിയുടെ സ്വാധീനം നമ്മളിൽ ഉണ്ടാവുകയാണ്. അതായത് നമ്മൾ ആ സംസ്കാരത്തിൻ്റെ അപ്പോൾ ആരാണ്? രാജാവാണോ ദാസിയാണോ? നമ്മൾ ദാസിയാണ്. രണ്ടാമത് മായാകാബി രൂപ ബൻകർ ആത്തേഹെ. ഇനി ഏതെങ്കിലും വ്യക്തിയെ ആശ്രയമാക്കിയാണ് നമ്മുടെ സംസ്കാരമെങ്കിൽ ആ വ്യക്തിയിലൂടെ നമുക്ക് മായ വരും. ആ വ്യക്തി രണ്ട് വാക്ക് പറയുമ്പോൾ എനിക്ക് ശാന്തി കിട്ടിയെങ്കിൽ ആ വ്യക്തിയുടെ സ്വാധീനത്തെ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ആ വ്യക്തിയുടെ അറ്റാച്ച്മെൻറ്റ് വരും. ആ വ്യക്തി കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും കർമ്മം ചെയ്യാൻ പറ്റുള്ളൂ. വേറെ രൂപത്തിലും മായ വരും. അതുകൊണ്ട് ബാബ പറയുകയാണ്, എന്ത് കാര്യം വന്നാലും നിങ്ങൾക്ക് തീരുമാനം എടുത്തേ പറ്റൂ. പക്ഷേ തീരുമാനം എടുക്കാനായിട്ടുള്ള യുക്തി ബാബ പറഞ്ഞു തന്നതായിരിക്കണം. അതുകൊണ്ട് നമ്മൾ ആത്മീയ സാധന ചെയ്യുന്നവരാണ്. നമുക്ക് കുറച്ച് മര്യാദകൾ പാലിക്കേണ്ടതുണ്ട്. അതോടൊപ്പം നമ്മുടെ സാധന ആത്മബോധം കൈവിടാതെ നമുക്ക് കർമ്മം ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് ബാബ പറഞ്ഞു തന്നിരിക്കുന്ന വഴിയാണ് മര്യാദയാകുന്ന രേഖയ്ക്കുള്ളിലിരിക്കണം. അല്ലെങ്കിൽ എന്താവും? മായ വരും. മായ വന്നു കഴിഞ്ഞാൽ നമുക്ക് മര്യാദയുടെ രേഖയ്ക്ക് വെളിയിൽ കാലി വെക്കേണ്ടി വരും. അതുകൊണ്ട് ബാബയുടെ ശ്രീമത്ത് അനുസരിച്ച് നമ്മൾ സേഫായിട്ടിരിക്കാം. അതുകൊണ്ട് ബാബ പറയുകയാണ്, നിങ്ങൾ എന്ത് തീരുമാനം എടുത്താലും ബാബ മുരളിയിൽ പറഞ്ഞിരിക്കുന്നത് ഇന്ന സാഹചര്യത്തിൽ എങ്ങനെ പെരുമാറാനാണ്. അതിനനുസരിച്ച് വേണം നമ്മൾ പെരുമാറാൻ. ഇനി നമുക്ക് ആ സമയത്ത് നമ്മുടെ മനസ്സിലൊന്നും വന്നില്ല, മുരളിയിൽ ഒരു പോയിന്റും വന്നില്ലെങ്കിലും ബാബ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ആത്മാവാണ് നീ, ആത്മാവിൻ്റെ സ്വധർമ്മ ശാന്തിയാണ്. നിശബ്ദമായിട്ടിരിക്കാം, പുഞ്ചിരിച്ചുകൊണ്ടിരിക്കാം. ചിലർ നിശബ്ദമായിട്ടിരിക്കുകയല്ല, മിണ്ടാതിരിക്കുന്ന നിശബ്ദതയല്ല, ദേഷ്യം കാരണം മിണ്ടാതിരിക്കും. അതിൻ്റെ എനർജി അതിനെ കഴിഞ്ഞും കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ നിശബ്ദമായിട്ടിരിക്കുക. അത് മനസ്സ് പക്ഷെ സംസാരിക്കരുത്. ഇവർ പറഞ്ഞത് ശരിയല്ലല്ലോ, ഇവരെന്നെ എപ്പോഴും കുറ്റപ്പെടുത്തുവാണല്ലോ. ചിലർ മിണ്ടാതിരിക്കും, പക്ഷെ മനസ്സ് മിണ്ടാതിരിക്കില്ല. അതുകൊണ്ട് മനസ്സും മിണ്ടാതിരിക്കണം, പുറമേയും മിണ്ടാതിരിക്കണം. അതിനോടൊപ്പം നമ്മൾ വളരെ കൂളായിട്ട് പുഞ്ചിരിയോടെ ഇരിക്കുകയും ചെയ്യണം. ഭിന്ന ഭിന്ന സംസ്കാർ ഹോത്തേ ഹുയി ബി ടക്കർ നാഹു. അതുകൊണ്ട് 1000 പേരുടെ കൂട്ടത്തിൽ ജീവിച്ചോട്ടെ,
നമ്മൾ ബ്രഹ്മകുമാർ കുമാരികളുടെ വിജയം അതായിരിക്കണം. 1000 പേരുള്ള ഒരു മുറിയിൽ നമ്മളെ ഇട്ട് അടച്ചു പൂട്ടിയാലും ശരി, 1 വർഷം കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ ആരുമായിട്ട് ഏറ്റുമുട്ടരുത്. അതാണ് നമ്മുടെ രാജയോഗത്തിൻ്റെ വിജയം. അല്ലാതെ ഞാൻ രാവിലെ എഴുന്നേറ്റ് എന്നും മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്, പക്ഷേ ഒരാളുമായിട്ട് സഹകരിക്കാൻ എനിക്ക് പറ്റുന്നില്ലെങ്കിൽ നമ്മൾ പരാജയമാണ്. എങ്ങനെയുള്ള വ്യക്തികളും ആയിക്കോട്ടെ, ഞാൻ നല്ല ഫ്ലെക്സിബിൾ ആയിരിക്കണം, എനിക്ക് കൂളായിട്ട് അവിടെ ഇരിക്കാൻ പറ്റണം. അതാണ് എൻ്റെ രാജയോഗി ലൈഫിലെ എൻ്റെ വിജയം എന്ന് പറയുന്നത്. അതുകൊണ്ട് നോളജ്ഫുൾ ആവണം, അല്ലേ? ബാബ നോളജ് പറഞ്ഞിട്ടുണ്ട്. നോളജ് പറഞ്ഞിരിക്കുന്നത് എന്തിനാണ്? നമ്മുടെ കർമ്മത്തിൻ്റെ കണക്ക് വർദ്ധിക്കാതിരിക്കാൻ. ഒന്ന്. രണ്ടാമത്തത്, എൻ്റെ പൂർവ്വജന്മ കണക്കിനെ എനിക്ക് ഭസ്മീകരിക്കുകയും വേണം. അതുകൊണ്ട് കർമ്മത്തിനുള്ള വഴി, കർമ്മക്കണക്കിനെക്കുറിച്ചുള്ള ജ്ഞാനം നമ്മുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് ആ നോളജ് വിട്ട് നമ്മൾ ഒരു കർമ്മവും ചെയ്യാൻ പാടില്ല. അങ്ങനെ നോളജ്ഫുള്ളായി കമലപുഷ്പത്തിന് സമാനം, അല്ലെ, താമരപ്പൂ പോലെ ഇരിക്കണം. താമരപ്പൂവിൻ്റെ പ്രത്യേകത എന്താണ്? താമരപ്പൂ ചെളിക്കകത്താണ്, അഴുക്കിലാണ് വസിക്കുന്നത് തന്നെ എന്ന് പറയുന്ന പോലെ നമ്മളും ഈ സംസാര ലോകം മുഴുവൻ തമോ പ്രധാനമാണ്. നമ്മുടെ കാലും ഈ ഭൂമിയിൽ തന്നെയാണ്. പക്ഷേ താമരപ്പൂ പോലെ, താമരപ്പൂവിൻ്റെ തണ്ട് ചെളിക്കകത്താണ്, പക്ഷെ താമരപ്പൂ ചെളിക്കുപരിയാണ്. ഒന്നും ശ്രദ്ധിക്കുന്നില്ല, ആകാശത്ത് ഉള്ള സൂര്യനെ മാത്രമേ ശ്രദ്ധിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞ പോലെ നമ്മുടെ മനസ്സ് എവിടെയായിരിക്കണം? നമ്മുടെ മനസ്സ് പരമാത്മാവിലായിരിക്കണം. കാല് ഭൂമിയിൽ നിന്നോട്ടെ, പക്ഷേ മനസ്സ് പരമാത്മാവിലായിരിക്കണം. ലോകത്ത് എന്ത് നടക്കുന്നു അതല്ല ഈ ഡ്രാമയിൽ ഓരോ ആത്മാവിനും അവരുടെ കർമ്മം ചെയ്യാനായിട്ടുള്ള റോളുണ്ട്. അത് ഡയറക്ടർ എഴുതി കൊടുത്തതനുസരിച്ചിട്ട് അവർ അഭിനയിക്കും. ഞാൻ ഡയറക്ടറല്ല, ഞാൻ അതിൻ്റെ കൂടെ അഭിനയിക്കുന്ന മറ്റൊരു അഭിനേതാവാണ്. അതുകൊണ്ട് സ്ക്രിപ്റ്റ് തിരുത്താനായിട്ട് മറ്റൊരു അഭിനേതാവിന് അധികാരമില്ല. നമുക്ക് എന്ത് പാർട്ടാണോ കിട്ടിയിരിക്കുന്നത് അത് നമ്മൾ സാക്ഷിയായിട്ട് അഭിനയിക്കുക. ബാബ സ്ലോഗൻ പറയുകയാണ്, ഹട്ട് വ മെഹനത് കർണേക്കെ ബജായ് രമണീകദാസെ പുരുഷാർത്ഥ കരോ. ബാബ സഹജയോഗം എന്നാണ് പറയുന്നത്. സഹജം എന്ന് പറഞ്ഞാൽ വളരെ കൂളായിട്ട് ശിവബാബയെ അറിഞ്ഞു, ശിവബാബയെ ധ്യാനിക്കുക. സന്യാസികളൊക്കെ ഒരുപാട് ഹഠയോഗ ആസനങ്ങളിലൂടെയാണ് അവർ ശരീരത്തെ ധ്യാനത്തിലിരിക്കാൻ വേണ്ടി തയ്യാറാക്കിയെടുക്കുന്നത്. അതിനുശേഷം കൊടും തണുപ്പത്ത് വലിയ കുന്നിൻ്റെ മുകളിൽ ആഹാരം പോലും കഴിക്കാതെയാണ് അവർ ഈശ്വരനെ ധ്യാനിക്കുന്നത്. ബാബ പറയുകയാണ്, ഇവിടെ നിങ്ങൾക്ക് ഇതൊന്നും ഇല്ലാതെ തന്നെ എന്നെ അറിയാൻ പറ്റി. നിങ്ങൾ കുടുംബത്തിലാണ് ജീവിക്കുന്നത്, കുടുംബത്തിലെ ഉത്തരവാദിത്തങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്, ഒറ്റപ്പെട്ട് ഒരു കുന്നിൻ്റെ മുകളിൽ ഒന്നും പോകുന്നില്ല. അതുകൊണ്ട് നിങ്ങളുടെ സംസ്കാരം കൊണ്ട് ഇനി നിങ്ങൾ ബലം പിടിക്കാൻ പാടില്ല. ശരീരം കൊണ്ട് ബലം പിടിക്കുന്ന യോഗാസനങ്ങളൊന്നും ചെയ്യുന്നില്ല. പക്ഷെ ചിലരെന്ത് ചെയ്യും? ചിലരുടെ സ്വഭാവം ഭയങ്കര ബലപ്പെടുത്തതാണ്. അങ്ങനെ സ്വഭാവം എന്തായിരിക്കണം? വളരെ രസകരമായിട്ട് മുന്നോട്ട് പോകണം. നമ്മുടെ കൂടെ വരുന്നവർക്കും എന്ത് ചെയ്യണം? അവർ വളരെ രസകരമായിട്ട് പുരുഷാർത്ഥം ചെയ്യുന്ന കാണുമ്പോൾ അവർക്കും അതുപോലെ പുരുഷാർത്ഥം ചെയ്യാനായിട്ട് തോന്നണം. അങ്ങനെ നമ്മുടെ സാധന എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് മാറണം. ഇന്നത്തെ സമാനം, ഞാൻ താമരപ്പൂവിന് സമാനം സാക്ഷിയും വേറിട്ടതുമായ ആത്മാവാണ്. ഓം ശാന്തി.